വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ആകുന്നു എന്നത് ഒരു വമ്പൻ ട്വിസ്റ്റാണ്. ഇതൊരു ടേണിംഗ് പോയിന്റാണ്. ഒരു താരാരാധന മാത്രമാണോ വിജയുടെ ഈ വിജയത്തിനു പിന്നിൽ എന്ന് നാം തമിഴ്നാടിന്റെ പൊളിറ്റിക്സ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, 1967 മുതൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഭരണം ആരുടെയാണ്? DMK, അതുപോലെ AIDMK എന്നുള്ള ഭരണകക്ഷികളാണ് മാറി മാറി ഇവിടെ തമിഴ്നാട്ടിൽ ഭരിച്ചുകൊണ്ടിരുന്നത്. ഇതിൽ നിന്നൊരു മാറ്റം ജനങ്ങൾ ആഗ്രഹിച്ചു എന്നുള്ളതിന്റെ ഒരു തെളിവാണ് വിജയുടെ ഈ മുന്നേറ്റം. DMK എന്ന് പറയുന്നത് ദ്രാവിഡ മുന്നേറ്റ കഴകം എന്നാണ്. ഇതൊരു കരുണാനിധിയുടെ പാർട്ടിയാണ്. ADMK എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ ദ്രാവിഡ മുന്നേറ്റ കഴകം. മറ്റ് പാർട്ടികൾ, അതായത് കോൺഗ്രസ് പാർട്ടി, BJP പാർട്ടി, മറ്റ് പല പാർട്ടികളും നിലനിൽക്കുമ്പോഴാണ് ഇപ്പം വിജയുടെ ഒരു അധികാര സാധ്യത നമ്മൾ കാണുന്നത്. 2 വർഷം മാത്രം പ്രായമുള്ള ഒരു പൊളിറ്റിക്സ് പാർട്ടി ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടി തമിഴ്നാട്ടിലെ സിംഗിൾ ലാർജ് പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് മാറി വരുന്നു. അതിന്റെ അമരക്കാരനായ വിജയ് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായി മാറുന്നു. ഇവിടെ വലിയ വ്യത്യസ്തങ്ങളായ മാറ്റങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു വെറും താരാധന മാത്രമാണോ? കമലഹാസനും രജനീകാന്തിനും സൃഷ്ടിക്കാൻ കഴിയാത്ത വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റുകളാണ് വിജയ്ക്ക് സാധ്യമായിരിക്കുന്നത്. ഇവിടെ എടുത്തു പറയാൻ മറ്റൊരു കാര്യം, 108 MLA-മാർ ഉള്ളതിൽ 107 MLA-മാരും പുതുമുഖങ്ങളാണ് എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. ഇത്തരത്തിലുള്ള MLA-മാരുമായി വിജയ് ഭരണത്തിലേക്ക് ഇറങ്ങുമ്പോൾ എന്തെല്ലാം വെല്ലുവിളികളാണ് വിജയ് നേരിടേണ്ടി വരുന്നത് എന്നുള്ളതും നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, TVK എന്ന് പറയുന്നത് ഒരു സിംഗിൾ പാർട്ടിയാണ്. 1984 വിജയുടെ ജനനം. ആദ്യം സിനിമയിലേക്ക് എത്തുന്നത് ബാലതാരമായിട്ടാണ്. കേരളത്തിലും തമിഴ്നാട്ടിലും നിരവധി ആളുകളാണ്, ലക്ഷക്കണക്കിന് ആൾക്കാർ, അല്ലെങ്കിൽ നമുക്ക് പറയാനാകുന്നതിൽ അപ്പുറമായിട്ടുള്ള ആരാധകരാണ്, ഫാൻസാണ് കേരളത്തിലും തമിഴ്നാട്ടിലും വിജയ്ക്കുണ്ടായിരുന്നത്. ഇളയ ദളപതി എന്നത് ദളപതി വിജയ് ആയി മാറുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ അടുത്തുള്ള സിനിമകളിൽ എല്ലാം തന്നെ ഒരു സോഫ്റ്റ് പൊളിറ്റിക്സ് കാണാൻ സാധിക്കുമായിരുന്നു. ഈ പൊളിറ്റിക്കൽ കാര്യം എന്ന് പറയുമ്പോൾ ജനങ്ങൾ നേരിടുന്ന എന്തെങ്കിലും വിഷയങ്ങൾ പ്രതിപാദിച്ചിട്ടുള്ള ഒരു പ്രമേയം ആക്കിക്കൊണ്ടുള്ള സിനിമകളായിരുന്നു. ഇത്തരത്തിലുള്ള പല സിനിമകളും, അതായത് സർക്കാർ, ബിഗിൽ, മാസ്റ്റർ, മേഴ്സൽ, തുർപ്പാക്കി എന്നുള്ള പല പടങ്ങളിലും ഇത്തരത്തിലുള്ള പ്രമേയങ്ങളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഒരു രാജ്യത്തെ സ്വാധീനിക്കുന്ന, ജനങ്ങളെ ബാധിക്കുന്ന പല വിഷയങ്ങളും ഈ വിജയുടെ സിനിമകളിൽ പ്രമേയമായി തീർന്നിട്ടുണ്ട്. 2024 ഫെബ്രുവരിയിലാണ് വിജയ് തന്റെ പൊളിറ്റിക്കൽ പാർട്ടി ഔദ്യോഗികമായി ആഹ്വാനം ചെയ്തത്. എന്തായാലും തമിഴ്നാട്ടിലും കേരളത്തിലും ഇത്രയധികം ആരാധകർ ഉള്ള മറ്റൊരു നടൻ ഇല്ല എന്ന് തന്നെ പറയാം.